നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശഭരണ തിരഞ്ഞെടുപ്പ് വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി വരുന്നു. ചെറുപുഴ പോലീസ് സ്റ്റേഷന് കെട്ടിടമാകുന്നു. മൃഗാശുപത്രി കെട്ടിടം പോലീസ് സ്റ്റേഷന് കൈമാറാൻ ധാരണ. പയ്യന്നൂർ തപസ്യ കലാക്ഷേത്രം വാർഷികാഘോഷം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കരളെരിയുമ്പോഴും കാലത്തെ ചിരിയും ചിന്തകളും കൊണ്ട് പ്രകാശിപ്പിച്ച സഞ്ജയന്റെ ജീവിതം അഭ്രപാളിയിലേക്ക്. പെട്രോൾ പമ്പ് പാചകവാതക വിതരണ തൊഴിലാളി കണ്ണൂർ മാഹി മേഖലാ കുടുംബസംഗമം പയ്യന്നൂരിൽ നടന്നു. ആദ്യം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. മാടായി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ വിവിധ പഞ്ചായത്തുകളിലേക്കുള്ള LDF സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി. മാടായി ഏരിയയിൽ കടന്നപ്പള്ളി, പാണപ്പുഴ, ചെറുതാഴം, കുഞ്ഞിമംഗലം, ഏഴോം, മാടായി എന്നിങ്ങനെ 5 പഞ്ചായത്തുകളിലെ LDF സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. തിങ്കളാഴ്ച സ്ഥാനാർത്ഥികൾ നോമിനേഷൻ സമർപ്പിക്കും. പഞ്ചായത്ത് കേന്ദ്രത്തിൽ നിന്നും സ്ഥാനാർത്ഥികളെ ആനയിച്ച് പ്രകടനമായാണ് നോമിനേഷൻ സമർപ്പണം നടത്തുക. കടന്നപ്പള്ളി, പാണപ്പുഴ പഞ്ചായത്തിൽ 15 വാർഡുകളിൽ 14 വാർഡുകളിൽ CPIM സ്ഥാനാർത്ഥികളും 1 വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമാണ് മത്സരിക്കുക. ചന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി K. രാമചന്ദ്രൻ മാസ്റ്റർ മത്സരിക്കും. ചെറുതാഴം പഞ്ചായത്തിലെ 17 വാർഡുകളിൽ 16 വാർഡുകളിൽ CPIM സ്ഥാനാർത്ഥികളും 1 വാർഡിൽ CPI സ്ഥാനാർത്ഥിയും മത്സരിക്കും. കൊവ്വൽ മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥി C. മോഹൻദാസ് മത്സരിക്കും. കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ 14 വാർഡുകളിൽ 13 വാർഡുകളിൽ CPM സ്ഥാനാർത്ഥിയും 1 വാർഡിൽ CPI സ്ഥാനാർത്ഥിയും മത്സരിക്കും. മല്ലിയോട്ട് മണ്ഡലത്തിലെ സോയ രവീന്ദ്രനാണ് CPI സ്ഥാനാർത്ഥി. ഏഴോം പഞ്ചായത്തിൽ 14 വാർഡുകളിൽ 13 വാർഡുകളിൽ CPIM സ്ഥാനാർത്ഥിയും 1 വാർഡിൽ CPI സ്ഥാനാർത്ഥിയും മത്സരിക്കും. ഏഴോം മണ്ഡലത്തിലെ V. പ്രസീജയാണ് CPI സ്ഥാനാർത്ഥി. മാടായി പഞ്ചായത്തിൽ 20 വാർഡുകളാണുള്ളത്. ഇതിൽ 6 വാർഡുകളിൽ CPIM പാർട്ടി ചിഹ്നത്തിലും 1 വാർഡിൽ CPIയും മറ്റു വാർഡുകളിൽ പൊതു സ്വതന്ത്രന്മാരുമാണ് മത്സരിക്കുന്നത്. 12, 14, 15, 16, 17, 20 വാർഡുകളിലാണ് പൊതു സ്വതന്ത്രന്മാരെ മത്സരിപ്പിക്കുക. 7-ാം വാർഡിൽ MV സരോജിനി വിജയനാണ് CPI സ്ഥാനാർത്ഥി. ബ്ലോക്ക് പഞ്ചായത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും പിലാത്ര ഡിവിഷനിൽ VV പ്രീത, ചെറുതാഴം ഡിവിഷനിൽ TV ഉണ്ണികൃഷ്ണൻ, ഏഴോം ഡിവിഷനിൽ SV അബ്ദുൾ റഷീദ്, മാടായി ഡിവിഷനിൽ KP കമലാക്ഷി എന്നിവരും പുതിയങ്ങാടി ഡിവിഷനിൽ പൊതു സ്വതന്ത്രനെ കണ്ടെത്തിയും മത്സരിപ്പിക്കും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുഞ്ഞിമംഗലം ഡിവിഷനിൽ M. ശശീന്ദ്രനും, തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് എടക്കോം ഡിവിഷനിൽ M. ലക്ഷ്മണൻ, കടന്നപ്പള്ളി ഡിവിഷനിൽ K. മോഹനൻ എന്നിവർ മത്സരിക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് കടന്നപ്പള്ളി ഡിവിഷനിൽ നിന്ന് PP ദിവ്യയും കുഞ്ഞിമംഗലം ഡിവിഷനിൽ നിന്ന് R. അജിതയും മത്സരിക്കും. മാധ്യമസമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി K. പത്മനാഭൻ, CM വേണുഗോപാലൻ, P. ലക്ഷ്മണൻ, IV ശിവരാമൻ, TV ചന്തുക്കുട്ടി എന്നിവർ സംബന്ധിച്ചു. അങ്കത്തട്ട് നെറ്റ്വർക്ക് ന്യൂസ് ബ്യൂറോ പരിധിയിലെ തദ്ദേശ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തുന്ന അങ്കത്തട്ടിൽ ഇന്ന് 2 പഞ്ചായത്തുകളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. വിപ്ലവത്തിന്റെ ജ്വാലകൾ വാനോളം ഉയർത്തിയ കരിവള്ളൂർ പെരളം പഞ്ചായത്തിനെ കുറിച്ചാണ് ആദ്യം. എക്കാലവും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ഈ പഞ്ചായത്തിന് സവിശേഷതകൾ ഏറെയാണ്. കണ്ണൂർ ജില്ലയുടെ വടക്കേയറ്റത്ത് കിടക്കുന്ന കരിവള്ളൂർ പെരളം പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഒന്നാണ്. 1947 ഈ പഞ്ചായത്ത് രൂപീകൃതമായത്. അന്നുമുതൽ അതിർത്തി മാത്രമല്ല ഭരണത്തിന്റെ കൊടിയുടെ നിറവും മാറാതെ നിൽക്കുന്നു. പൊട്ടക്കുളത്ത് കുഞ്ഞിരാമൻ മാസ്റ്ററായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. 2223 ചതുരശ്ര കിലോമീറ്ററാണ് പഞ്ചായത്തിന്റെ വിസ്തൃതി.
2010 സെൻസസ് പ്രകാരം ജനസംഖ്യ 21,422 14 വാർഡുകളാണ് ഇപ്പോഴുള്ളത്. CPIM 13ഉം CPI 1 കക്ഷിനില. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും CPIMനാണ് ഇവിടെ മൃഗീയ ഭൂരിപക്ഷം. ഭരണനേട്ടങ്ങൾ നിരത്തിയാണ് LDF തിരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത്. എന്നാൽ ഭരണപരാജയങ്ങൾ UDF ആയുധമാക്കുന്നു. ഇക്കുറി UDFനൊപ്പം BJPയും പല വാർഡുകളിലും മത്സരത്തിനൊരുങ്ങുന്നതിനാൽ ഇത്തവണത്തെ മത്സരത്തിൽ വീറും വാശിയും കൂടുമെന്ന് കരുതാം. പ്രതിപക്ഷമില്ലാത്ത UDF ഭരണം. മാട്ടൂലിൽ ചരിത്രം ആവർത്തിക്കാൻ UDF. നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ LDFും. അക്കൗണ്ട് തുറക്കാൻ BJPയും രംഗത്ത്. ശക്തമായ മത്സരത്തിനാണ് ഇക്കുറി മാട്ടൂൽ പഞ്ചായത്ത് സാക്ഷ്യം വഹിക്കുക. തീരദേശ മേഖലയിൽ 7.5 കിലോമീറ്ററോളം നീണ്ടുനിൽക്കുന്ന പ്രദേശത്ത് ഏറിയ ഭാഗം ജനങ്ങളും വിദേശത്ത് ജോലി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഗൾഫ് സമ്പന്നതയുടെ പ്രൗഢി ഈ പ്രദേശത്ത് കാണാം. ആകെയുള്ള 17 വാർഡുകളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 11 മുസ്ലിം ലീഗും 6 കോൺഗ്രസും നേടി. 2011 സെൻസസ് പ്രകാരം 8,600 പുരുഷന്മാരും 10,032 സ്ത്രീകളുമടക്കം ആകെ 18,902 വോട്ടർമാരാണ് പ്രദേശത്തുള്ളത്. കഴിഞ്ഞ കാലയളവിലെ ഭരണനേട്ടം ഉയർത്തിക്കാട്ടിയാണ് UDF ഇത്തവണയും മത്സരരംഗത്തിറങ്ങിയിരിക്കുന്നത്. മുസ്ലിം ലീഗിലെ CH ഖൈറുന്നീസ പ്രസിഡന്റും മുസ്ലിം ലീഗിലെ തന്നെ KV അലി വൈസ് പ്രസിഡന്റുമായ ഭരണസമിതിയാണ് നിലവിലുള്ളത്. ഉൽപാദന മേഖലയിലെ 50 ലക്ഷം, ദരിദ്രർക്ക് 150ഓളം വീടുകൾ, 15ഓളം അംഗൻവാടികൾക്ക് സ്വന്തമായി കെട്ടിടം, യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിൻ്റെ ഭാഗമായി നിരവധി പേർക്ക് ഓട്ടോറിക്ഷ വിതരണം, വിദ്യാഭ്യാസ രംഗത്ത് ലൈബ്രറി തുടങ്ങി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് UDF എടുത്തുകാട്ടുന്നത്. അതേസമയം സർവ്വമേഖലയിലും വൻ പരാജയമാണ് ഭരണപക്ഷമെന്നാണ് CPM ലോക്കൽ സെക്രട്ടറി ഭാർഗവൻ പറയുന്നത്. മാലിന്യം കലർന്ന നെൽവിത്ത് വിതരണം ചെയ്ത് നെൽകൃഷി നാമാവശേഷമാക്കി. ഡ്രൈനേജ് അടഞ്ഞുകിടക്കുന്നു. കെട്ടിട നിയമച്ചട്ടം ലംഘിച്ച് നിർമ്മാണത്തിന് അനുമതി നൽകി. അഴീക്കലിലെ കടത്തുതോണി നിലച്ചു. വിവിധ സഹായ വിതരണങ്ങൾക്കുള്ള ഉപഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ മാനദണ്ഡം പാലിച്ചില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. മുൻവർഷങ്ങളിൽ 3, 11, 16 വാർഡുകളിൽ CPM വിജയിച്ചിരുന്നു. ഇത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF. ഒപ്പം മാട്ടൂൽ വില്ലേജിൽ അക്കൗണ്ട് തുറക്കാൻ BJPയും കിണഞ്ഞു ശ്രമിക്കുന്നതോടെ പോരാട്ടം കടുക്കും. SDPI വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളും മാട്ടൂലിൽ ഇത്തവണ പോരാട്ടത്തിനിറങ്ങാനാണ് സാധ്യത. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാങ്കോൽ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങി. മാത്തലിൽ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. സ്ഥാനാർത്ഥി നിർണയം വളരെ വേഗം പൂർത്തിയാക്കി LDF ഒരു ചുവട് മുന്നിലെത്തി. കാങ്കോൽ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി MBA സുനിൽകുമാറാണ് മാത്തലിൽ പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം യുവജനങ്ങൾക്ക് ആവേശമായിരിക്കുകയാണ്. വികസനത്തിനും അഴിമതിരഹിത ഭരണത്തിനും വേണ്ടിയാണ് താൻ വോട്ട് ചോദിക്കുന്നതെന്ന് സുനിൽകുമാർ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാങ്കോൽ ഡിവിഷനിൽ നിന്നാണ് ഞാൻ ജനവിധി തേടുന്നത്. എന്നെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്നാണ് വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ വിജയിച്ചു വന്നാൽ LDFിൻ്റെ മുദ്രാവാക്യമായിട്ടുള്ള അഴിമതിരഹിതമായിട്ടുള്ള ഭരണവും സുസ്ഥിരമായിട്ടുള്ള വികസനവും ഈ നാട്ടിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ കൂടെ നിന്ന് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യും എന്നുള്ള ഉറപ്പ് ഈ നാട്ടിലെ വോട്ടർമാർക്ക് കൊടുക്കുകയാണ്. വരും ദിവസങ്ങളിൽ പ്രചരണം ശക്തമാക്കാനാണ് പരിപാടി. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ LDFനും UDFനും സ്ഥാനാർത്ഥികളായി. ഇനി പോരാട്ടത്തിന്റെ നാളുകൾ. ചുവന്ന മണ്ണിൽ കനലെരിയാൻ തുടങ്ങുകയായി. ആകെയുള്ള 15 സീറ്റിലും LDFനും UDFനും സ്ഥാനാർത്ഥികളായി. 15 സീറ്റിലും CPIM മത്സരിക്കുന്നു. കഴിഞ്ഞ ഭരണസമിതിയിലുണ്ടായിരുന്നതിൽ മത്സരിക്കുന്ന ഏക അംഗം 10ാം വാർഡിലെ P ഉഷ മാത്രമാണ്. ബാക്കിയെല്ലാവരും പുതുമുഖങ്ങളാണ്. എതിർ സ്ഥാനാർത്ഥികൾക്ക് കാര്യമായി വേരോട്ടമില്ലാത്ത ഈ പഞ്ചായത്തിൽ LDFന് വിജയമേതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി അട്ടിമറി വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിൽ UDFും സ്ഥാനാർത്ഥികളെ എല്ലായിടത്തും അണിനിരത്തുന്നുണ്ട്. BJP 10 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. കടന്നപ്പള്ളി പാണപ്പുഴ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചന്തപ്പുരയിൽ നടന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി തന്നെ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നു. വിജിലൻസ് കേസുകളെ അഭിമുഖീകരിക്കുകയാണ്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ ആകെ 15 വാർഡുകളാണ് ഉള്ളത്. ഇതിൽ ഒരു വാർഡിൽ കോൺഗ്രസ് എസും ബാക്കി 14 വാർഡിൽ CPMുമാണ് മത്സരിക്കുന്നത്. ചടങ്ങിൽ 15 വാർഡിലെയും സ്ഥാനാർത്ഥികളെയും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും പരിചയപ്പെടുത്തി. T രാജൻ ചെയർമാനും TV ചന്ദ്രൻ കൺവീനറുമായ കമ്മിറ്റിക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത്. LDFന്റെ വിജയത്തിനായി 201 അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു.
കൺവെൻഷനിൽ ടി രാജൻ അധ്യക്ഷത വഹിച്ചു. കെ പത്മനാഭൻ, ടി പി ഗോവിന്ദൻ നമ്പ്യാർ, പി കെ നാരായണൻ, ഇ പി ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃക്കരിപ്പൂർ പഞ്ചായത്ത് കൺവെൻഷൻ ഇളമ്പച്ചിയിൽ നടന്നു. CPIM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. പി കുഞ്ഞമ്പു അധ്യക്ഷനായി. നമ്മുടെ പ്രവർത്തനങ്ങളാകെ തന്നെ നല്ല എണ്ണയിട്ട യന്ത്രം പോലെ നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട്. ഫൈനലിന് മുൻപുള്ള സെമി ഫൈനലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണ് പൊതുവെ നാട്ടിലുള്ളതെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ പറഞ്ഞു. പി കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. KV ജനാർദ്ദനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. VNP അബ്ദുറഹ്മാൻ, C ബാലൻ, MP കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. LDF പഞ്ചായത്ത് സെക്രട്ടറിയായി KV ജനാർദ്ദനെയും പ്രസിഡന്റായി M ഗംഗാധരനെയും യോഗം തെരഞ്ഞെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ കൺവെൻഷൻ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്കായി ബോർഡുകൾ തയ്യാറായി തുടങ്ങി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഫ്ലക്സ് പൂർണ്ണമായും ഒഴിവാക്കിയതോടെ ആർട്ടിസ്റ്റുകൾക്കിത് ആശ്വാസകാലമാണ്. ഒരു കാലത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണ പ്രവർത്തനത്തിനായി നാടുകൾ തോറും ചുവരെഴുത്തുകളും ബാനറെഴുത്തുകളും സജീവമായിരുന്നു. അക്കാലത്ത് ആർട്ടിസ്റ്റുകൾക്കും നല്ല കാലമായിരുന്നു. ഈ രംഗത്ത് നിരവധി പേർ അന്ന് ജോലിയെടുത്തിരുന്നു. എന്നാൽ പിന്നീട് ഫ്ലക്സിൻ്റെ അതിപ്രസരം അവരുടെ തൊഴിലിനെ വലിയ തോതിൽ ബാധിച്ചു. ഇത് ഈ രംഗത്തുള്ള നിരവധി കുടുംബങ്ങളെ വഴിയാധാരമാക്കി. ആസന്നമായ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഫ്ലക്സ് ബോർഡുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിച്ചതും നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾ മുഖവിലക്കെടുത്ത് ഫ്ലക്സ് ബോർഡുകൾ ഒഴിവാക്കിയതും ഇക്കൂട്ടർക്ക് ആശ്വാസകരമായി. ഇതോടെ ബോർഡെഴുത്തുകളും പല സ്ഥലങ്ങളിലും സജീവമായിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളിൽ ഇടതുപക്ഷം നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ബോർഡുകൾ എഴുതാൻ നൽകിയതായും കാണുന്നുണ്ട്. ആഴ്ചകൾ മാത്രമേ പ്രചാരണ പ്രവർത്തനങ്ങൾക്കുള്ളൂവെന്നത് ആശങ്കയിലാക്കുന്നുണ്ടെന്നാണ് ആർട്ടിസ്റ്റ് ശശി പറയുന്നത്. നമ്മുടെ പ്രദേശത്ത് നമുക്കിവിടെ അടുത്തുള്ള മറ്റ് കുടുംബശ്രീകളും അതുപോലെ പല കോളേജുകളും NSS യൂണിറ്റുകളൊക്കെ സ്ഥിരമായിട്ട് നമുക്കിവിടെ എഴുതാൻ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ മേഖലയിൽ ഇപ്പോഴും എഴുത്ത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റ് പല സ്ഥലത്തും അത് ആളുകൾ ഈ ബ്രഷ് അവരെ ഷോക്കേസിൽ ഇങ്ങനെ പെൻ ഹോൾഡറിൻ്റെ മുകളിൽ വെക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. കാരണം വർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്, ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, ആളുകൾ വർക്ക് കൊടുക്കുന്നില്ല. കാരണം നേരിട്ട് തന്നെ ആളുകൾ കസ്റ്റമർ ഫ്ലക്സ് പ്രിൻറ്റിംഗ് സ്ഥാപനങ്ങളിലേക്ക് പോവുകയും പ്രിൻ്റ് അടിച്ചിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന അവസ്ഥയിൽ ചിഹ്നങ്ങൾ ഏതായാലും ഇക്കുറി ആർട്ടിസ്റ്റുകൾക്ക് ഇലക്ഷൻ കാലം നല്ല കാലമെന്ന് പറയാം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഈസ്റ്റ് എലേരി പഞ്ചായത്ത് 14-ാം വാർഡിൽ നിന്നും സ്ഥാനമൊഴിയുന്ന വാർഡ് മെമ്പർ KV സന്തോഷിന് കുടുംബശ്രീ ADSന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കമ്പല്ലൂർ CRC ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വസന്തകുമാരി അധ്യക്ഷത വഹിച്ചു. മേഴ്സി ജോൺ, KV സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ആദ്യം 15 ആയിരുന്നു. പിന്നീട് അത് ഒരു കുടുംബശ്രീ നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിൽ നിന്ന് മാറിപ്പോയതിൻ്റെ ഫലമായി പിന്നീട് രൂപീകരിച്ച 4 കുടുംബശ്രീകളൊക്കെ 18 കുടുംബശ്രീകളാണ് നമ്മുടെ ഈ വാർഡിനകത്ത് പ്രവർത്തിക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഒരുപക്ഷെ മറ്റ് വാർഡുകളെ അപേക്ഷിച്ച് നമുക്ക് കുടുംബശ്രീ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. ചെറുപുഴ മൃഗാശുപത്രി കെട്ടിടം ചെറുപുഴ പോലീസ് സ്റ്റേഷന് വേണ്ടി കൈമാറും. സ്ഥലപരിമിതികളും സൗകര്യങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനായി കണ്ണൂർ SP ഉണ്ണിരാജയും സംഘവും സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിലാണ് പോലീസ് സ്റ്റേഷൻ അനുവദിച്ചത് എന്നതുകൊണ്ട് തന്നെ ഭരണസമിതി മാറുന്നതിനു മുൻപ് സ്ഥല സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പഞ്ചായത്ത്. ചെറുപുഴ മേലെ ബസാറിലുള്ള മൃഗാശുപത്രി കെട്ടിടമാണ് പോലീസ് സ്റ്റേഷന് നൽകാനായി തീരുമാനിച്ചിട്ടുള്ളത്. സ്ഥല സൗകര്യങ്ങൾ നോക്കുന്നതിനും ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയത്. നിശ്ചിത കെട്ടിടം മതിയെന്നും ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ മതിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസിനോട് SP പറഞ്ഞു. യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് SP നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. പയ്യന്നൂർ തപസ്യ കലാക്ഷേത്രം 4-ാം വാർഷികാഘോഷം പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
തലസ്ഥാനമായ പൂരങ്ങളുടെ നാട്ടിൽ നിന്നും ഇന്ന് പയ്യന്റെ ഊരിലേക്ക് ലഭിച്ച സൗഭാഗ്യമാണ് ഈ അനുഗ്രഹീത കലാകാരൻ. തനതായി പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും ഇനി ചിത്രം വരയ്ക്കുകയും ഇനി എന്തൊക്കെയാണോ കലാപരമായ കാര്യങ്ങൾ നിങ്ങളിലുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കുകയും അതിൽ ഉന്നത നിലവാരത്തിലുള്ളവരായി തീരാനും ശ്രമിക്കണം. അത് വ്യക്തിത്വം, ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് ഉണ്ടായേ തീരും. അപ്പോഴേ നമ്മൾ വ്യത്യസ്തന്മാരാകുള്ളൂ. ഞാൻ ഈ ഗ്രാമത്തിൽ ജനിച്ചു. എൻ്റെ സ്വഭാവവും എൻ്റെ നടപടികളും എൻ്റെ രീതിയിൽ ഞാൻ സഞ്ചരിച്ചു. ഇന്നും അത് തന്നെ ചെയ്യണം. പക്ഷേ ഇതെന്ത് ചെയ്തു? പകർന്നു കൊടുക്കുമ്പോഴാണ് അറിവ് വർദ്ധിക്കുന്നത്. നമുക്ക് സാധ്യമാകാത്തൊരു കാര്യം നമ്മുടെ സഹായത്താൽ മറ്റൊരാൾ ചെയ്യുന്നുവെങ്കിൽ അതിന് പൂർണ്ണ മനസ്സോടെ പിന്തുണയ്ക്കണം. അപ്പോഴാണ് നമ്മളിലും അറിവ് വർദ്ധിക്കുന്നത്. സംഗീതത്തിൻ്റെ കാര്യത്തിൽ ഇത് കൂടുതൽ ശരിയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദ്യാധരൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ വി സുരേന്ദ്രൻ അധ്യക്ഷനായി. മണിയറചന്ദ്രൻ, വി പി രാമചന്ദ്രൻ, പ്രൊഫസർ എം രാജീവൻ, സീതാ ശശിധരൻ, രാമകൃഷ്ണൻ കണ്ണൂം, കെ ശിവകുമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വായ്പാട്ട് ഉപകരണ സംഗീതം അരങ്ങേറ്റം, പഞ്ചരത്ന കീർത്താലാപനം, വിദ്യാധരൻ മാസ്റ്ററുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൽപ്പാന്തകാലത്തോളം ഗാനമേള എന്നിവയും അരങ്ങേറി. കരളെരിയുമ്പോഴും കാലത്തെ ചിരിയും ചിന്തകളും കൊണ്ട് പ്രകാശിപ്പിച്ച സഞ്ജയൻ എന്ന MR നായരുടെ സംഘർഷഭരിതമായ ജീവിതം അഭ്രപാളിയിലേക്ക്. ഹരേറാം ക്രിയേഷൻസിന്റെ ബാനറിൽ CK ദിനേശൻ നിർമ്മിച്ച ഈ ചിത്രം ഈ മാസം 16-ന് പയ്യന്നൂർ സുമംഗലി തിയേറ്റർ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രദർശനത്തിനെത്തും. കൈരളിയെ പൊട്ടിച്ചിരിപ്പിക്കുകയും ചിന്തയുടെ ജ്വാലകളാൽ നേരിലേക്ക് നയിക്കുകയും ചെയ്ത സാഹിത്യപ്രതിഭ സഞ്ജയന്റെ ജീവിതത്തിലെ കാണാപ്പുറങ്ങളാണ് വിദൂഷകൻ എന്ന ചലച്ചിത്രത്തിന്റെ ഇതിവൃത്തം. സഞ്ജയൻ എന്ന മഹാപ്രതിഭയ്ക്ക് പയ്യന്നൂരിന്റെ ദൃശ്യസ്മൃതി പൂജയാവുകയാണ് വിദൂഷകൻ. ഡോക്ടർ RC കരിപ്പത്ത് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ വിദൂഷകന്റെ സംവിധാനം നിർവഹിച്ചത് നവാഗതനായ TK സന്തോഷ് കുമാറാണ്. വത്സൻ ജെ മേനോൻ, ഐസക് തോമസ് കോട്ടുകപ്പള്ളി ടീം സംഗീതം നിർവഹിച്ച വിദൂഷകനിൽ സഞ്ജയനായി വേഷമിട്ടത് പ്രശസ്ത നടനും ചലച്ചിത്രകാരനുമായ VK പ്രകാശാണ്. KG ജയൻ ഛായാഗ്രഹണവും വേണുഗോപാൽ ചിത്രസംയോജനവും നിർവഹിച്ചു. സഞ്ജയന്റെ ജീവിതത്തിൽ അധികം ആരും അറിഞ്ഞിട്ടില്ലാത്ത സംഘർഷഭരിതമായ ഏടുകളാണ് വിദൂഷകൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. സത്യത്തിൽ സഞ്ജയനെ കുറിച്ച് ഇതിനു മുമ്പ് ഒരു സിനിമ ആരും നിർമ്മിച്ചിട്ടില്ല. സാഹിത്യകാരന്മാരെ കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ കേട്ടത് P. കുഞ്ഞിരാമൻ നായരെ കുറിച്ചായിരുന്നു. ഈ സിനിമയുടെ സവിശേഷത അറിഞ്ഞുകൊണ്ട് തന്നെ കേരള സർക്കാർ ഇതിന് നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. സഞ്ജയനെ അറിയുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ സിനിമ. സഞ്ജയനെ അറിയാനുള്ളവർക്ക് കൂടിയുള്ള ഒരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെ കുട്ടികളും മുതിർന്നവരും ഈ സിനിമ കാണണം. ഒക്ടോബർ 16-ന് ആണ് ഇതിൻ്റെ റിലീസിങ്. ചിത്രത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സർക്കാർ നികുതി ഇളവ് നൽകിയിരിക്കുന്ന വിദൂഷകൻ പയ്യന്നൂർ സുമംഗലി തിയേറ്റർ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ തിയേറ്ററുകളിൽ ഒക്ടോബർ 16 മുതൽ പ്രദർശിപ്പിക്കുമെന്ന് നിർമ്മാതാവായ CK ദിനേശൻ അറിയിച്ചു. ആന്തരീക്ഷകം ദേശീയ ഹരിതസേന കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓസോൺ അവയർനെസ് സെമിനാർ സംഘടിപ്പിച്ചു. സീക് ഡയറക്ടർ TP പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഓസോൺ അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ദേശീയ ഹരിതസേനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അന്തരീക്ഷകം 2015 സെമിനാർ TP പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രപഞ്ചത്തിൽ ഇതുപോലെ സമുദ്രമുള്ള മറ്റൊരു ഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ അതേപോലെ ചുഴലികളും അതേപോലെ കൊടുങ്കാറ്റുകളും അതുപോലെ താപതരംഗങ്ങളും അതുപോലെ മർദ്ദവും മർദ്ദവ്യത്യാസവും ഒക്കെ അനുഭവപ്പെട്ട് മനുഷ്യനവന്റെ സുഖഭോഗങ്ങൾക്കായി ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് നടത്തുന്ന ഇടപെടലുകളാണ് അന്തരീക്ഷത്തിന്റെയും പ്രകൃതിയുടെയും നിലനിൽപ്പിന് കനത്ത ഭീഷണിയായി മാറുന്നത്. നാം നിസ്സാരമെന്ന് കരുതുന്ന പായലും പൂപ്പലും ഉൾപ്പെടെയുള്ളവ പോലും പ്രകൃതിയിൽ ജീവന്റെയും ആവാസവ്യവസ്ഥയുടെയും നിലനിൽപ്പിന് വലിയ സംഭാവനകളാണ് നൽകുന്നത്. പായലേവിട പൂപ്പലേവിട എന്ന് പറയുന്ന പെയിന്റ് പരസ്യക്കാരനൊപ്പം ചേരുമ്പോൾ ഭൂമിയിൽ നിലനിൽക്കാനുള്ള ജീവന്റെ അവകാശത്തോടാണ് നാം വിട പറയുന്നതെന്നും അന്തരീക്ഷകത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് TP പത്മനാഭൻ മാസ്റ്റർ പറഞ്ഞു. സ്കൂൾ PTA പ്രസിഡന്റ് P. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ E. ഉണ്ണികൃഷ്ണൻ കത്തുന്ന തലകളുമായി ദേശാടനം നടത്തുന്ന മരങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആഗോളതാപനം പ്രകൃതിയിൽ വരുത്തുന്ന ആഘാതങ്ങൾ ബോധ്യപ്പെടുത്തി. സ്കൂൾ പ്രിൻസിപ്പൽ P. അജിത ടീച്ചർ, KTN ഭാസ്കരൻ മാസ്റ്റർ, ഭരതൻ മാസ്റ്റർ, P. ചന്ദ്രൻ മാസ്റ്റർ, സുസ്മിത ടീച്ചർ, പ്രഭാകരൻ വണ്ണാടിൽ എന്നിവർ സംസാരിച്ചു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ സെമിനാറിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു.
കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കുടുംബസംഗമം റൂറൽ ബാങ്ക് ഹാളിൽ നടന്നു. CITU പയ്യന്നൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് നമ്മൾ പ്രാദേശിക സ്ഥാപനങ്ങളിലേക്ക് KV സുധാകരൻ അധ്യക്ഷനായിരുന്നു. M സുനിൽകുമാർ, E രാജൻ, P ലത, M ബിജു എന്നിവർ പ്രസംഗിച്ചു. നവംബർ 2-ന് നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് സഹകരണ ജീവനക്കാരെ ഒഴിവാക്കാനും കുടുംബസംഗമം ആവശ്യപ്പെട്ടു. സഹപാഠികളുടെ കൂട്ടായ്മയിൽ മാട്ടൂൽ CHMR ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിക്ക് വീടൊരുങ്ങുന്നു. വീടിന്റെ കോൺക്രീറ്റ് ജോലി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി. മാട്ടൂൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ നിർധന കുടുംബത്തിന് NSS വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ വീടൊരുങ്ങുന്നു. വീടിന്റെ ചുമരുവരെയുള്ള ഭാഗം നേരത്തെ പൂർത്തിയായിരുന്നു. സാമ്പത്തിക ബാധ്യത കാരണം കോൺക്രീറ്റ് ജോലി നിലച്ചു. ഇതേ തുടർന്നാണ് വിദ്യാർത്ഥികൾ വീട് നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തത്. വിദ്യാർത്ഥികൾ ഇതിനായി സാമ്പത്തിക സമാഹരണം നടത്തി നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. അതായത് നമ്മൾ സ്കൂളിലെ ഏറ്റവും പാവപ്പെട്ട ഒരു കുട്ടിയുടെ വീട് തന്നെയാണ് ഈ വർഷം ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സിദ്ധാർത്ഥ് എന്നാണ് കുട്ടിയുടെ പേര്. സ്കൂളിലെ കുട്ടികൾ തന്നെ ഫണ്ട് പിരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ക്യാഷിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ ഇതുവരെ ഈ NSS യൂണിറ്റ് പ്രവർത്തിച്ച് ഈ ബാർക്കോണി വരെ എത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ പഠിത്തത്തിനോടൊപ്പം ഈ NSSുമായി മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. മറ്റു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് സ്കൂളിൽ? NSSൽ ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ മൊത്തം ക്ലീൻ ചെയ്യും. പിന്നെ റിവർ സൈഡിലൊക്കെ മറ്റേ പ്ലാസ്റ്റിക് ഒക്കെ വേറിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. ഇതിനു മുൻപും വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ മാട്ടൂലിൽ വീട് നിർമ്മാണ പ്രവൃത്തി നടത്തിയിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ അനൂപ് കുമാർ, NSS പ്രോഗ്രാം ഓഫീസർ ജോസ് ജോബ്, സ്നേഹ, ആദില എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ആലക്കാട് ദേവി സഹായം LP സ്കൂളിൽ ആദര സമ്മേളനം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, അനുമോദന സദസ്സ് എന്നിവ നടന്നു. പ്രശസ്ത കവി CM വിനയചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആലക്കാട് ദേവി സഹായം LP സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, ആ ജീവിതകാലത്തെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് വലിയ എഴുത്തുകാരനായ മാർക്വസ് പറഞ്ഞു. എല്ലാം വളരെ വേഗം മറക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ദുരിതം നിറഞ്ഞ ഭൂതകാലത്തെ നാം സൗകര്യപൂർവ്വം മറക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കവി വിനയചന്ദ്രൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ NK ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് പൂർവ്വ അധ്യാപകർ, PTA, മദർ PTA മുൻ പ്രസിഡന്റുമാർ എന്നിവരെ ആദരിക്കുകയും 2014-15 വർഷത്തിൽ LSS നേടിയ KM നന്ദനെ ആദരിക്കുകയും ചെയ്തു. M കേശവൻ മാസ്റ്റർ, സുരേഷ് ബാബു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് അനുഭവങ്ങൾ പങ്കുവെക്കൽ, കലാപരിപാടികൾ എന്നിവ നടന്നു. കുടുംബശ്രീ അംഗങ്ങൾ അവതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി. പെട്രോൾ പമ്പ് പാചകവാതക വിതരണ തൊഴിലാളി കണ്ണൂർ മാഹി മേഖലാ കുടുംബസംഗമം പയ്യന്നൂർ CITU ഓഫീസിൽ നടന്നു. C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഭരണകക്ഷിയിൽപ്പെട്ടവർക്ക് ഫുൾ റേഷന്, ബാക്കിയുള്ളവർക്ക് പകുതി റേഷൻ ആവുന്നുണ്ട്. ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയങ്ങളാണ്. അതുപോലെ തന്നെ കൂടിക്കൂടി വരുന്ന തൊഴിലില്ലായ്മ എല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. VK ബാബുരാജ് അധ്യക്ഷനായിരുന്നു. PV രമേശൻ, N പ്രേമരാജൻ, P പ്രകാശ് കുമാർ, രാമചന്ദ്രൻ KP, രാഘവൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ചാത്തമത്ത് ഗവൺമെന്റ് AUP സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബിലെ വിദ്യാർത്ഥികൾ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃക്കരിപ്പൂരിലെ അഗ്നിശമന സേനാ വിഭാഗ ഓഫീസ് സന്ദർശിച്ചു. പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി. വേഗത്തിൽ തീപിടുത്തമുണ്ടായാൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ചേർത്തുള്ള വെള്ളം പമ്പ് ചെയ്യുന്നത് അത്ഭുതത്തോടെയാണ് ക്ലബ് അംഗങ്ങൾ നോക്കിക്കണ്ടത്. വലിയ നിലകളിലുള്ള കെട്ടിടങ്ങളിൽ അപകടമോ തീപിടുത്തമോ ഉണ്ടായാൽ കയറുന്ന സംവിധാനങ്ങളും നിലയത്തിലെ ജീവനക്കാർ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. വൈദ്യുതി ബന്ധമില്ലാത്ത മേഖലകളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് കാറ്റ് നിറച്ച് LED പ്രത്യേക വെളിച്ചമൊരുക്കുന്ന അസ്കോ ലൈറ്റും കുട്ടികൾ നോക്കിക്കണ്ടു. കൺവീനർ K സോമരാജൻ മാസ്റ്ററാണ് കുട്ടികളെ നയിച്ചത്. അഗ്നിശമന രക്ഷാ നിലയത്തിലെ OP ബെന്നി, ഫയർമാൻ PK രാകേഷ്,
VP മോഹനൻ, VV ലിനേഷ്, K ഉന്മേഷ് എന്നിവർ കുട്ടികൾക്ക് അഗ്നിശമന രക്ഷാ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾ വിവരിച്ചു നൽകി. പഴയങ്ങാടി ചെങ്ങൽ ഗ്രാമത്തിൽ ഉത്സവഛായ പകർന്ന കൊയ്ത്തുത്സവം. മാടായി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്നാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. പഴയങ്ങാടി ചെങ്ങൽ പ്രദേശത്ത് തരിശായി കിടന്നിരുന്ന 5 ഏക്കറയോളം വരുന്ന കൈപ്പാട് നിലത്ത് നെൽകൃഷി നടത്തി വിജയം കൊയ്യുകയാണ് നാട്ടുകാരും വിദ്യാർത്ഥികളും. സ്കൂൾ NSS യൂണിറ്റ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, റെഡ് സ്റ്റാർ ക്ലബ്ബ്, തണൽ, നന്മ സ്വാശ്രയ സംഘങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ എന്നിവരും വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്നപ്പോൾ ചെങ്ങൽ കൈപ്പാടിൽ 100 മേനി വിളവ് ലഭിച്ചു. ഈ വർഷം മാടായിൽ നടക്കുന്ന മാടായി ഉപജില്ലാ കലോത്സവത്തിൽ എത്തുന്നവർക്ക് ഭക്ഷണമൊരുക്കാനാണ് വിദ്യാർത്ഥികൾ നെൽകൃഷി നടത്തിയത്. ഒപ്പം നഷ്ടമാകുന്ന കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കുക എന്നതും ലക്ഷ്യമിടുന്നു. TV രാജേഷ് MLA പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നമ്മുടെ പുതിയ തലമുറയെ കൃഷിയുമായി, മണ്ണുമായി ഒക്കെ ബന്ധിപ്പിക്കാൻ, പരിചയപ്പെടുത്താൻ, അവർക്ക് കൃഷിയുമായി ഒരു ജൈവ ബന്ധമുണ്ടാക്കി കൊടുക്കാൻ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെയേറെ സഹായകരമായി തീരും. ഭാവിയിൽ അധികം വൈകാതെ നമ്മുടെ കേരളം ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പട്ടികയിലേക്ക് ഉയർന്നു വരും. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ADA ജോളി അലക്സ്, U സജിത് കുമാർ, PK വിശ്വനാഥൻ, P നാരായണൻകുട്ടി, TV ചന്ദ്രൻ, ചമ്മഞ്ചേരി ഗോവിന്ദൻ, NV രാജീവൻ, N ജയശങ്കരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പ്രമുഖ ഹരിജനോദ്ധാരണ പ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായ E രാഘവന് നാടിന്റെ ആദരം. പുലയ സമുദായം ഏറെ കഷ്ടതകളും യാതനകളും അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിഭക്ത കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഈ വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനു വേണ്ടി യത്നിച്ച ഒട്ടേറെ പ്രമുഖരോടൊപ്പം സ്വന്തം പരിമിതികളിൽ നിന്ന് E രാഘവൻ ചെയ്ത പ്രവർത്തനങ്ങൾ വിസ്മരിക്കാവുന്നതല്ല. താഴ്ന്ന ജാതിക്കാർക്ക് സ്കൂൾ പ്രവേശനം പോലും നിഷേധിച്ചിരുന്ന കാലത്ത് ഈ വിഭാഗത്തിനു വേണ്ടി മാത്രം ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ലേബർ സ്കൂളുകളിൽ പുലയ സമുദായത്തിലെ കുട്ടികളെ എത്തിക്കുന്നതിനു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളും അയിത്തോച്ചാടനത്തിന്റെ ഭാഗമായി സ്വാമി ആനന്ദതീർത്ഥരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ ഇതര സമുദായ ക്ഷേത്രങ്ങളിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത് സ്വാമിജിയോടൊപ്പം മർദ്ദനമേൽക്കേണ്ടി വന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അതിന്റെ പോഷക സംഘടനയായിരുന്ന ഭാരതീയ അധികൃത വർഗ ലീഗിനെയും കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച 95 വയസ്സ് പിന്നിട്ട രാഘവൻ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുടെ അവശതയിൽ ഇപ്പോൾ വിശ്രമത്തിലാണ്. പട്ടികജാതിക്കാരനായ ആദ്യത്തെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് അംഗവും പട്ടികജാതി സഹകരണ സംഘം പ്രസിഡന്റുമായിരുന്ന മീലിയാട്ട് രാഘവനെ വയലോടിയുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ ഏർപ്പെടുത്തിയ ലളിതമായ ചടങ്ങിൽ ആദരിച്ചു. PP കൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി. കൊടക്കൽ ഗംഗാധരൻ അധ്യക്ഷനായി. പത്മനാഭൻ മാസ്റ്റർ, M കുഞ്ഞികൃഷ്ണൻ, C പ്രസന്ന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. DYFI പുളിയക്കോട് യൂണിറ്റ്, മഹിളാ അസോസിയേഷൻ പുളിയക്കോട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന നീന്തൽ പരിശീലനം സമാപിച്ചു. TV രാജേഷ് MLA സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. DYFI പുളിയക്കോട് യൂണിറ്റ്, മഹിളാ അസോസിയേഷൻ പുളിയക്കോട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത്. 50ഓളം വിദ്യാർത്ഥികൾ നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്തു. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം TV രാജേഷ് MLA നിർവഹിച്ചു. നീന്തൽ പരിശീലിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ കോഴ്സ് പൂർത്തിയാകുമ്പോൾ, ട്രെയിനിങ് പൂർത്തിയാകുന്ന സമയത്ത് എല്ലാ പോലീസുകാരും നീന്തൽ പരിശീലിച്ചിരിക്കണം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നീന്തൽ അതിൻ്റെ ശാസ്ത്രീയമായ വശത്തെക്കുറിച്ചെല്ലാം വളരെ ആധികാരികമായി ബഹുമാനായ ശ്രീ പപ്പേട്ടനോട് പറയും. KV ജ്യോതിഷ് ചടങ്ങിൽ അധ്യക്ഷനായി. M വിഭീഷ്, K രാജൻ, ജനാർദ്ദനൻ മാസ്റ്റർ, PP രഘുനാഥ് എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിന്റെ ഭാഗമായി നീന്തൽ പരിശീലകനും ഇന്ത്യൻ സൈന്യത്തിൽ 30 വർഷം സ്വിമ്മിംഗ് ആൻഡ് ലൈഫ് സേവിംഗ് ഇൻസ്ട്രക്ടറായി വിരമിച്ച KPP നമ്പ്യാർക്കുള്ള ആദരവും നടന്നു. ബ്രദേഴ്സ് പുളിയക്കോടിനുള്ള സൗണ്ട് സിസ്റ്റത്തിന്റെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ വെച്ച് TV രാജേഷ് MLA നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് രാജീവ് ഗാന്ധി ഖേൽ അഭിയാൻ കായികമേള കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ നടന്നു. റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ PM ദാമോദരൻ അടിയോടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് രാജീവ് ഗാന്ധി ഖേൽ അഭിയാൻ കായികമേള 2015 കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ നടന്നു. റിട്ടയർഡ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ PM ദാമോദരൻ അടിയോടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ TVG മാരാർ അധ്യക്ഷത വഹിച്ചു. M ബാലകൃഷ്ണൻ, VM ദാമോദരൻ, V നന്ദകുമാർ, A കരുണാകരൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നീലേശ്വരം ബ്ലോക്ക് പൈക്ക കായികമേള കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിൽ സമാപിച്ചു. 94 പോയിന്റ് നേടി കയ്യൂർ ചീമേനി പഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി. ശനി ഞായർ ദിവസങ്ങളിലായി കാലിക്കടവിൽ നടന്ന രാജീവ് ഗാന്ധി ഖേൽ അഭിയാൻ പൈക്ക കായികമേളയിൽ
ഗെയിംസ് മത്സരങ്ങൾ ശനിയാഴ്ചയും അത്ലറ്റിക് മത്സരങ്ങൾ ഞായറാഴ്ചയുമായി അരങ്ങേറി. 400ഓളം വിദ്യാർത്ഥികൾ 2 ഇനങ്ങളിലുമായി മാറ്റുരച്ചു. ശനിയാഴ്ച ഹൈ ജമ്പ്, റിലേ, 3000 മീറ്റർ ഓട്ടം എന്നീ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. നീലേശ്വരം ബ്ലോക്കിലെ 5 പഞ്ചായത്തുകളായ കയ്യൂർ, ചീമേനി, ചെറുവത്തൂർ, പിലിക്കോട്, തൃക്കരിപ്പൂർ, പടന്ന തുടങ്ങിയ പഞ്ചായത്തുകളിലെ കായിക താരങ്ങളെ കണ്ടെത്താനുള്ള മത്സരങ്ങളാണ് കാലിക്കടവിൽ നടന്നത്. മത്സര വിജയികളായ 1ഉം 2ഉം സ്ഥാനക്കാർക്ക് ഒക്ടോബർ 16 മുതൽ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വെച്ചും മടിക്കൈ സെക്കൻഡിൽ വെച്ചും ജില്ലാതല മത്സരങ്ങളും തുടർന്ന് സംസ്ഥാന, ദേശീയ മത്സരങ്ങളും നടക്കും. കാലിക്കടവിൽ നടന്ന മത്സര വിജയികൾക്ക് ചന്ദേര പോലീസ് സബ് ഇൻസ്പെക്ടർ M. രാജേഷ് ട്രോഫികൾ സമ്മാനിച്ചു. 94 പോയിന്റോടെ കയ്യൂർ ചീമേനി പഞ്ചായത്ത് 1ാം സ്ഥാനവും 77 പോയിന്റോടെ പിലിക്കോട് പഞ്ചായത്ത് 2ാം സ്ഥാനവും 49 പോയിന്റോടെ ചെറുവത്തൂർ പഞ്ചായത്ത് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കൺവീനർ P. അശോകൻ സ്വാഗതവും K. മധുസൂദനൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ സുരഭി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സുരഭി നഗർ ശുചീകരിച്ചു. നിരവധി പേർ ശുചീകരണത്തിൽ പങ്കാളികളായി. സുരഭി നഗർ റോഡ് വഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രക്കാർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള ഏകവഴിയാണ് ചങ്ങല ഗേറ്റ് റോഡും പരിസരവും. റോഡിനിരുവശവും കാട് മൂടി യാത്ര ദുഷ്കരമായ സാഹചര്യത്തിലാണ് സുരഭി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കാട് വെട്ടിത്തെളിച്ച് ശുചീകരിച്ചത്. നിരവധി പ്രവർത്തകർ ശുചീകരണത്തിൽ പങ്കാളികളായി. ചെറുതാഴം ശ്രീ ആഞ്ജനേയ അക്ഷരശ്ലോക സമിതിയുടെ 2ാം വാർഷികം ഹനുമാരമ്പലം പരിസരത്ത് നടന്നു. മാടായിക്കാവ് ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കോറമംഗലം നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യം എന്ന ഒരു വിഭാഗമാണ് എന്ന് ഇത് ലോകം തിരിച്ചറിയുന്നത് പദ്യത്തിൽ എഴുതി കുറെ കാലം കഴിഞ്ഞാണ്ട് ഒരു സാഹിത്യമാണ് എന്നാണ് വിഭാഗം തിരിച്ചത്. പിന്നെയാണ് ഗദ്യത്തിലേക്ക് പോകുന്നത്. ഗദ്യം പദ്യത്തിലുള്ള ഒരു വളർച്ചയാണ്, അല്ലെങ്കിൽ ഒരു വേറിട്ട വഴിയാണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ജനകീയവൽക്കരണമാണ് എന്ന് പറയാം. ചെറുതാഴം ശ്രീ ആഞ്ജനേയ അക്ഷരശ്ലോക കലാസമിതി 2ാം വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു. ഉദ്ഘാടന യോഗത്തിൽ വാരണക്കോട് ഗോവിന്ദൻ നമ്പൂതിരി അധ്യക്ഷനായി. KMP നമ്പീശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാരണക്കോട്ടിലത്ത് കൃഷ്ണൻ നമ്പൂതിരി, VM ഉണ്ണികൃഷ്ണൻ നമ്പീശൻ, PT മുരളീധരൻ, A. ദാമോദരൻ നമ്പ്യാർ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് കവിയരങ്ങ്, അക്ഷരശ്ലോക സദസ്സ് എന്നിവയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇനി മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ, പയ്യന്നൂർ. സാംസ്കാരിക പ്രവർത്തകരെ വധിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന വർഗീയവാദികളുടെ പ്രവർത്തനങ്ങളെ കേന്ദ്ര ഭരണകൂടം തടയുന്നില്ലെന്നാരോപിച്ച് ഇന്ത്യ മുഴുവൻ എഴുത്തുകാർ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുകയും സ്ഥാനമാനങ്ങൾ രാജിവെക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള പ്രേക്ഷക പ്രതികരണങ്ങൾ. അവരുടെ സാഹിത്യ അക്കാദമി അവാർഡുകൾ തിരിച്ചു നൽകുന്നത് തീർച്ചയായും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിനകത്ത് ഇവിടുത്തെ എല്ലാ ആളുകളെയും അണിനിരത്തിന് വേണ്ടി ഒരു പ്രചോദനമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായും നമ്മുടെ സാംസ്കാരിക നേതാക്കന്മാർ ആക്രമിക്കപ്പെടുകയും ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിന് പേരിൽ ആക്രമിക്കപ്പെടുമ്പോൾ ഇത്തരം പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്തിനകത്ത് വളരെ ആവേശകരമായൊരു അനുഭവമായിട്ട് തന്നെയാണ് ഇത്തരം പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക എന്നതാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യ മനസ്സുകളിലേക്ക് വിഷം കുത്തിവെക്കുന്ന രീതിയിലേക്ക് വർഗീയ ഫാസിസ്റ്റുകളുടെ ഇത്തരം പ്രവണതകൾ വളരെ ദോഷം ചെയ്യും. അതിൽ സാഹിത്യകാരന്മാർ ഇന്നെടുത്ത പ്രധാനപ്പെട്ട ഒരു നിലപാട് എന്ന് പറയുന്നത് ഈ സാഹിത്യകാരന്മാർക്കെതിരെയുള്ള കലവർഗീയ പോലെയുള്ള ആൾക്കാരുടെ കൊലപാതകം, അതുപോലെ തന്നെ അങ്ങനെ നിരവധി അതുപോലെ രജനീകാന്ത് നമ്മുടെ ഒരു വേഷം ചെയ്തതിനെതിരെയുള്ള ഒരു പ്രതികരണം, അങ്ങനെ എല്ലാ മേഖലയിലേക്ക് കടന്നു കയറിയാണ്. അതിനിപ്പോൾ സാഹിത്യകാരന്മാരുടെ ഒറ്റക്കെട്ടായി പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അത് ഏതായാലും വളരെ നല്ല കാര്യമാണ്. തിരിച്ചു കൊടുക്കുന്നത് ആ രീതി അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി സമൂഹം ചെയ്യുന്ന ഒരു കാര്യമാണ് പുരസ്കാരങ്ങൾ. അപ്പോൾ അത് തിരിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം. പുരസ്കാരത്തിന് വലിയ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പുരസ്കാരം വാങ്ങലും തിരിച്ചു കൊടുക്കലും പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അതിനപ്പുറം പ്രാധാന്യം എനിക്ക് തോന്നുന്നില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ പ്രവൃത്തിയെല്ലാം ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് ബാഹ്യമായിട്ടൊരു പുരസ്കാരം വേണമെന്നുള്ള എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ് കൊടുക്കുന്ന പുരസ്കാരങ്ങൾ ഒരിക്കലും അത് തിരിച്ചു കൊടുക്കുന്നത് അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. അത് ജനങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് ആണ് പ്രസക്തം. അത് തിരിച്ചു കൊടുക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ അവരെ അധികാളും തിരസ്കരിക്കുന്നതിന് പിന്നെ അവാർഡും മറ്റേ ബാക്കിയുള്ള കാര്യങ്ങൾ തിരസ്കരിക്കുന്നതെന്ന് വെച്ചാൽ അവരവരുടെ കാര്യങ്ങളാണ്. അതിനോടൊപ്പം അതിനോട് യോജിക്കാൻ നമുക്കങ്ങനെ ഒരു നല്ലതെന്നും പറയാമെങ്കിലും നമുക്ക് മോശമെന്നും പറയാൻ വേണ്ടി പറ്റില്ല. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഫാസിസത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട്
സച്ചിദാനന്ദനടക്കമുള്ള സാറാ ജോസഫ് അടക്കമുള്ള സാഹിത്യകാരന്മാർ അവിടെ അവാർഡ് തിരിച്ചു നൽകിയിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, ഇന്ന് വരെ ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ സാംസ്കാരിക നായകന്മാർക്കെതിരെ, നവോത്ഥാന പ്രവർത്തകർക്കെതിരെ ശക്തമായിട്ടുള്ള കായികാക്രമണമാണ് നടക്കുന്നത്. ഈ സാംസ്കാരിക ഫാസിസം ഇന്ത്യ രാജ്യത്താകെ നടപ്പിലാക്കാൻ വേണ്ടി സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള കനത്ത ഒരു നല്ല കൂട്ടുകെട്ട് ഈ രാജ്യത്ത് വളർന്നു വരേണ്ടത് ആവശ്യമാണ്. ഗവൺമെൻറ് ഗോവധത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഗോവധം എന്ന് പറഞ്ഞാൽ പശു മാതാവിനെ മാത്രമാണ് വധിക്കാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായമുള്ളത്. പക്ഷേ ബീഫ് എന്നുള്ള രീതിയിൽ പലരും ഭക്ഷിക്കുന്നതിലോ തിന്നുന്നതിനോ ആർക്കും ഒരു എതിർപ്പായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ഇങ്ങനൊരു പ്രത്യേക രീതിയിൽ ഒരു എതിർപ്പ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഭയാനകമായ ഒരുപാട് സംഭവങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഇത് എന്തെങ്കിലും ഇത് ഒരു അധ്യാപകൻ്റെ കഴിവെട്ടിയ സമയത്തൊന്നും ഇന്ന് ഇതേവരെ ഒരാളും സംസാരിക്കാൻ ഉണ്ടായിട്ടില്ല. അതൊക്കെയാണ് ഒരു അക്ഷരം അറിവ് നൽകാനുള്ള ഒരു വസ്തുത തന്നെ വിലക്കുന്ന രീതിയിലായിരുന്നു കൈവെട്ട് സംഭവം. അതിനുപോലും പ്രതികരിക്കാൻ വേണ്ടി ഒരു എഴുത്തുകാരികളും പിന്നെ സാമൂഹിക സേവകരൊന്നും ഇതിനകത്ത് മുൻപന്തിയിൽ വന്നിട്ടുള്ള ഒരു ശബ്ദം പോലും ഉയർന്നിട്ടില്ല. അത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും ഒരു ഗോവധം എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല എന്നുള്ളതാണ് വ്യക്തം. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശഭരണ തിരഞ്ഞെടുപ്പ്, വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി വരുന്നു. ചെറുപുഴ പോലീസ് സ്റ്റേഷന് കെട്ടിടമാകുന്നു. മൃഗാശുപത്രി കെട്ടിടം പോലീസ് സ്റ്റേഷന് കൈമാറാൻ ധാരണ. പയ്യന്നൂർ തപസ്യ കലാക്ഷേത്രം വാർഷികാഘോഷം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കരളെരിയുമ്പോഴും കാലത്തെ ചിരിയും ചിന്തകളും കൊണ്ട് പ്രകാശിപ്പിച്ച സഞ്ജയന്റെ ജീവിതം അഭ്രപാളിയിലേക്ക്. പെട്രോൾ പമ്പ് പാചകവാതക വിതരണ തൊഴിലാളി കണ്ണൂർ മാഹി മേഖലാ കുടുംബസംഗമം പയ്യന്നൂരിൽ നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.